സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചനയിൽ പ്രതിപക്ഷവും പങ്കുചേരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുതാര്യമായി പ്രവർത്തിക്കുന്ന കിഫ്ബിയെ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്നും തോമസ് ഐസക്കിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം വിലപ്പോവില്ലെന്നും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിനും ബി.ജെ.പിക്കും ഒരേ സാമ്പത്തിക നയമാണ്. കേരളം നടപ്പാക്കുന്നത് ബദൽ നയം. കേരളത്തിന്റെ പുരോഗതിക്കിടയാക്കിയ നയമാണ് ഇടതുപക്ഷത്തിൻ്റെത്. എന്നാൽ ഇതിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിനൊപ്പമാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും ഒരു തരത്തിലുള്ള പ്രതികാര ബുദ്ധിയുമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുള്ളത്. എന്നിട്ട് UDFിൻ്റെ വാദം BJPയുടെ വാദമായിട്ട് തന്നെ മാറുക. 25 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കിഫ്ബി. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കിഫ്ബി തകർക്കാനാണ് ശ്രമം. സുതാര്യമായാണ് തീരുമാനം കൈക്കൊള്ളുന്നത്. വിഷയത്തിൽ ഐസക്കിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാമെന്ന് കരുതേണ്ട എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ തോമസ് ഐസക്കിനെയോ മറ്റാരെയെങ്കിലുമോ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് വശം കെടുത്തി കളയാം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് വേണ്ടെന്നാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. കിഫ്ബിയിൽ എല്ലാ കാര്യങ്ങളും സുതാര്യമായാണ് നടന്നത്. അതാ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന നിലയാണുണ്ടാവുക. BBC-യുടെ ഇന്ത്യൻ ന്യൂസ് റൂം നിർത്തിയത് ആദായ നികുതി വകുപ്പിന്റെ പകപോക്കൽ മൂലം. നിർഭയമായി കാര്യങ്ങൾ പറയുന്ന മാധ്യമപ്രവർത്തകരെ അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. കുനിയാൻ പറഞ്ഞാൽ മുട്ടിലെഴയുന്ന ചില മാധ്യമങ്ങളുണ്ട്. അവയെ നല്ലതുപോലെ താലോലിക്കും. പക്ഷേ നിർഭയത്തോടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുണ്ട്. അവയെ അടിച്ചമർത്തുന്ന നിലയാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്. സംഘപരിവാറിന് അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തനം, ആ മാധ്യമപ്രവർത്തകരെ കയ്യൂക്ക് ഉപയോഗിച്ച് വേട്ടയാടുന്നതും നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സമകാലിക ഇന്ത്യയിൽ മാധ്യമങ്ങളുടെ RSS അനുകൂല നിലപാടിനെ കൃത്യമായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തുറന്നുകാട്ടി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.